നമ്മൾ ടി വിയുടെ റിമോട്ട് ഓൺ ആക്കുന്ന സമയത്ത് തന്നെ എല്ലാ ക്യാമറയുടെയും വ്യൂ ഒറ്റയടിക്ക് വന്നിട്ട് ഡിസ്പ്ലേയിലുണ്ടാവും. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻസെക്യൂരിറ്റി അവിടെ വരുന്നില്ലേ? ആ ഒരു ക്യാമറയെ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അവർക്ക് കാണാത്ത രൂപത്തിലേക്ക് മാറ്റാൻ സാധിക്കും. അപ്പോൾ ഞാനിവിടുന്ന് ജസ്റ്റ് ലോഗ് ഔട്ട് ചെയ്യണ സമയത്ത് നിങ്ങൾക്കിവിടെ ഒരു കാര്യം കാണാൻ സാധിക്കും കേട്ടോ. ലോഗ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒരു ക്യാമറ ഇവിടെ കാണാൻ സാധിക്കുന്നതല്ല. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ നമ്മളൊരു ഓഫീസിലോ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റിലോ അല്ലെങ്കിൽ ഒരു ഹോട്ടലിലൊക്കെ ക്യാമറ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സാധാരണ സംഭവിക്കുന്നത് വെച്ചാൽ മാനേജർ അല്ലെങ്കിൽ ഡയറക്ടർ ആയിരിക്കും ഇതിൻ്റെ മേൽനോട്ടം വഹിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അവരുടെ റൂമിലേക്കായിരിക്കും ചിലപ്പോൾ ഈ ക്യാമറയുടെ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ പുറത്തുള്ള ആളുകൾ കാണരുത് എന്നുള്ളത് തന്നെയാണ് മാനേജറുടെ ആവശ്യം അല്ലെങ്കിൽ ഡയറക്ടറുടെ ആവശ്യം. പക്ഷെ നമുക്കറിയാം, നമ്മൾ HDMI കേബിൾ കുത്തി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ടി വിയുടെ റിമോട്ട് ഓൺ ആക്കുന്ന സമയത്ത് തന്നെ എല്ലാ ക്യാമറയുടെയും വ്യൂ ഒറ്റയടിക്ക് വന്നിട്ട് ഡിസ്പ്ലേയിലുണ്ടാവും. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻസെക്യൂരിറ്റി അവിടെ വരുന്നില്ലേ? നിങ്ങൾ ആ ക്യാമറ വയ്ക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്തായിരുന്നു? നിങ്ങൾക്ക് അവിടെയുള്ള സ്റ്റാഫിനെ അല്ലെങ്കിൽ ഹോട്ടലിലെ പണിക്കാരെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ നിങ്ങൾ വെച്ചിരിക്കുന്ന ക്യാമറയുടെ വ്യൂ അവർ കണ്ടു കഴിഞ്ഞാൽ എവിടെയൊക്കെയാണ് ക്യാമറ ഇല്ലാത്തത് എന്ന് നോക്കിയിട്ട് അവരുടെ ആ പണ്ടത്തെ പ്രവർത്തനം അതുപോലെ തന്നെ തുടരുന്നതായിട്ട് നിങ്ങൾ ചിലപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് എന്താണ്? നിങ്ങളുടെ യൂസർ ID അല്ലെങ്കിൽ പാസ്വേഡ് കൊടുത്ത് നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ മാത്രം നിങ്ങൾക്ക് ആ ക്യാമറകളെ കാണാൻ സാധിക്കണം. ഇനി ചില ക്യാമറകൾ നമ്മുടെ ഓഫീസിൽ അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിലുള്ള ചില സ്റ്റാഫിന് കാണുന്ന രീതിയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ചില കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ക്യാമറകൾ അവർ കാണേണ്ട ആവശ്യമില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ ഒരു സ്റ്റോർ റൂമുണ്ട്. ആ സ്റ്റോർ റൂമിലെ ക്യാമറ ശരിക്കും നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു മാനേജർക്ക് കാണേണ്ട ആവശ്യമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ക്യാമറയെ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അവർക്ക് കാണാത്ത രൂപത്തിലേക്ക് മാറ്റാൻ സാധിക്കും. അപ്പോൾ അത് ഹിക്യൂഷൻ്റെ NVR-ൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യണം എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓൾമോസ്റ്റ് എല്ലാ NVR-ലും DVR-ലും ഒക്കെ അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നെക്സ സിസ്റ്റത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ NVR ഇവിടെ കണക്ട് ചെയ്തിട്ട് ഡിസ്പ്ലേ വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടുന്ന് ജസ്റ്റ് ലോഗ് ഔട്ട് ചെയ്യണ സമയത്ത് നിങ്ങൾക്കിവിടെ ഒരു കാര്യം കാണാൻ സാധിക്കും കേട്ടോ. ലോഗ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒരു ക്യാമറ ഇവിടെ കാണാൻ സാധിക്കുന്നതല്ല. പക്ഷെ അതേസമയം ഞാൻ ലോഗിൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ക്യാമറകളെല്ലാം കാണാൻ സാധിക്കുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ആകെ ഒരു ക്യാമറ കണക്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ക്യാമറ എനിക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. എന്താണ് ഇവിടെ ഞാൻ ലോഗ് ഔട്ട് ചെയ്തപ്പോഴത്തേക്കും കണ്ടത്? നോ ലോക്കൽ ഓപ്പറേഷൻ പെർമിഷൻ, പ്ലീസ് കോൺടാക്ട് ദി അഡ്മിനിസ്ട്രേറ്റർ ആൻഡ് കൺഫേം പെർമിഷൻ എന്നാണ് കാണിക്കുന്നത്. അതായത് നമുക്കിവിടെ ലൈവ് വ്യൂ കാണാനുള്ള പെർമിഷൻ ഇല്ല. ലൈവ് വ്യൂ കാണണമെന്നുണ്ടെങ്കിൽ അഡ്മിനിസ്ട്രേറ്ററെ കോൺടാക്ട് ചെയ്യാൻ. പക്ഷേ ഞാൻ അഡ്മിനിസ്ട്രേറ്റർ അല്ലാതെ ഇരുന്നാലും ഇപ്പം ഞാൻ വേറൊരു യൂസറും കൂടെ ഇവിടെ ഉണ്ട്. സ്റ്റാഫ് എന്ന് പറഞ്ഞൊരു യൂസർ ഉണ്ട്. സ്റ്റാഫിൻ്റെ ഈ പാസ്വേഡ് user@321 എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഞാൻ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഈ ഒരു സെലക്റ്റഡ് ആയിട്ടുള്ള ക്യാമറകളെ മാത്രം ഈ സ്റ്റാഫിന് കൊടുക്കുന്ന രീതിയിലും ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണം എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അഡ്മിനിസ്ട്രേറ്ററായിട്ട് ലോഗിൻ ചെയ്യുക. ഇപ്പോൾ ഞാൻ സ്റ്റാഫായിട്ട് ലോഗിൻ ചെയ്തുകൊണ്ട് എനിക്ക് കണ്ടോ ഇവിടെ പെർമിഷൻ ലിമിറ്റഡ് ആണ്. എനിക്ക് ലോഗ് ഔട്ട് ചെയ്യാനുള്ള പെർമിഷൻ മാത്രമേ ഉള്ളൂ. ഞാൻ ലോഗ് ഔട്ട് ചെയ്തു. ലോഗ് ഔട്ട് ചെയ്തതിന് ശേഷം ഞാൻ അഡ്മിനായിട്ട് ലോഗിൻ ചെയ്യുകയാണ്. ഇപ്പോൾ ഞാൻ ലോഗിൻ ചെയ്യുന്നത് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടാണ്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പാറ്റേൺ ലോഗ് ഇതേപോലെ അടിച്ചിട്ട് ലോഗിൻ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ താഴെ സ്വിച്ച് യൂസർ എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് അഡ്മിനിസ്ട്രേറ്റർ പാസ്വേഡ് അടിച്ച് ലോഗിൻ ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ കോൺഫിഗറേഷൻസിലേക്ക് പോവുക. കോൺഫിഗറേഷനിൽ നമ്മുടെ യൂസർ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അതിനകത്ത് നമ്മൾ ഈ സ്റ്റാഫ് എന്നുള്ള യൂസറിനെ സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഇങ്ങനൊരു യൂസർ നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ ആഡ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ഒരു പുതിയ യൂസർ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ ഇപ്പോൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ പെർമിഷൻസ് എന്നുള്ള ഓപ്ഷനിൽ എഡിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ അഡ്മിൻ പാസ്വേഡ് ചോദിക്കും. ഞാൻ അഡ്മിൻ പാസ്വേഡ് ഇവിടെ കൊടുത്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ അഡ്മിൻ പാസ്വേഡ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഓക്കെ അടിക്കുകയാണ്. ഇത് ആ യൂസറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല പെർമിഷനുകളാണ്. ഇത് ലോക്കൽ പെർമിഷൻ, ഇത് റിമോട്ട് പെർമിഷൻ, ഇത് ക്യാമറ പെർമിഷൻ. അപ്പോൾ ഇവിടെ ക്യാമറ പെർമിഷൻ തന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിൽ നമുക്ക് ലോക്കൽ ലൈവ് വ്യൂ എന്നുള്ള ഓപ്ഷൻ എടുക്കാം. അതിനകത്ത് നമ്മൾ എവിടെയൊക്കെ ക്യാമറകളിൽ സെലക്ട് ചെയ്യുന്നോ അത്രയും ക്യാമറകളായിരിക്കും ഈ സ്റ്റാഫ് എന്നുള്ള യൂസറായിട്ട് ലോഗിൻ ചെയ്യുമ്പോൾ എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഞാനൊരു ഉദാഹരണം കാണിച്ചു തരാം.
ഇപ്പോൾ നമുക്ക് ആദ്യം നിങ്ങൾ കണ്ടതാണ്, ഞാൻ സ്റ്റാഫ് എന്നുള്ള യൂസറായിട്ട് ലോഗിൻ ചെയ്തപ്പോൾ അവിടെ ആ ഒരു ക്യാമറ എനിക്ക് കാണാൻ സാധിച്ചിരുന്നു. ഇപ്പം ഞാൻ ഒരു ക്യാമറയ്ക്കും പെർമിഷൻ കൊടുക്കുന്നില്ല എന്ന് വിചാരിക്കുക. സേവ് എന്ന് കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ ജസ്റ്റ് ലോഗ് ഔട്ട് ചെയ്യുവാണ്. ലോഗ് ഔട്ട് ചെയ്തു. ഇനി ഞാൻ സ്റ്റാഫായിട്ട് ലോഗിൻ ചെയ്യാൻ വേണ്ടി പോവാണ്. സ്വിച്ച് യൂസർ സ്റ്റാഫ്. ആദ്യം ഞാൻ സ്റ്റാഫ് എന്നുള്ള യൂസറായിട്ട് ലോഗിൻ ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടതാണ്, അവിടെ ആ ക്യാമറ എനിക്ക് കാണാൻ സാധിച്ചു. ഇപ്പം ഞാൻ സ്റ്റാഫ് എന്നുള്ള യൂസറായിട്ട് ലോഗിൻ ചെയ്തിട്ട് ലോഗിൻ എന്ന് കൊടുക്കുമ്പോൾ കണ്ടോ, എനിക്ക് ആ ക്യാമറയ്ക്ക് പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, നമ്മളവിടെ ലൈവ് വ്യൂ എന്നുള്ള ഓപ്ഷനിൽ ആ ക്യാമറയ്ക്ക് പെർമിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കത് കാണാൻ സാധിക്കുകയുള്ളൂ, അല്ലേ? അപ്പോൾ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ക്യാമറയ്ക്ക് മാത്രമാണ് പെർമിഷൻ കൊടുക്കുന്നതെങ്കിലോ ആ ഒരു ക്യാമറ മാത്രമായിരിക്കും ആ ഒരു സ്റ്റാഫ് എന്നുള്ള യൂസറിന് കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഈ സെറ്റിങ്സ് എപ്പോൾ എടുത്താലും അഡ്മിനിസ്ട്രേറ്ററിൻ്റെ പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റാഫിനും ആ ഒരു ഓപ്ഷൻ എടുത്തിട്ട് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതല്ല. അതായത് നമുക്ക് ലോക്കൽ വ്യൂ എന്നുള്ള ഓപ്ഷനിൽ സ്റ്റാഫ് എന്നുള്ള ആ ഒരു പർട്ടിക്കുലർ യൂസർക്ക് ഈ ഒരു ക്യാമറ മാത്രമാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ക്യാമറയുടെ വ്യൂ മാത്രമായിരിക്കും ആ സ്റ്റാഫ് എന്നുള്ള യൂസർക്ക് കാണാൻ സാധിക്കുന്നത്. അത് ലൈവ് വ്യൂവിൻ്റെ കാര്യമാണ്. ഇതുപോലെ തന്നെ നമുക്ക് വീഡിയോ എക്സ്പോർട്ട് ചെയ്യുന്ന കാര്യം കൊടുക്കാൻ പറ്റും. നമ്മൾ ഏതെങ്കിലും PTSD പാൻ ടിൽറ്റ് സൂം ക്യാമറകൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് റിമോട്ടായിട്ട് ഓപ്പറേറ്റ് ചെയ്യണതിൻ്റെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ലോക്കൽ PTSD ഓപ്പറേഷൻസ് ഉണ്ട്, ലോക്കൽ പ്ലേ ബാക്ക് ഉണ്ട്. അതായത് മറ്റ് ക്യാമറകളുടെ ഒന്നും പ്ലേ ബാക്ക് അവർ എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാം. അങ്ങനെ ഒരു യൂസറിൻ്റെ പെർമിഷൻ അടിസ്ഥാനത്തിൽ അവർക്ക് ഏതൊക്കെ ക്യാമറകൾ വേണം വേണ്ട എന്നുള്ള കാര്യത്തിനകത്ത് നമുക്ക് അഡ്മിനിസ്ട്രേറ്റർക്ക് തീരുമാനം എടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കോൺഫിഗറേഷൻ വീഡിയോസിൽ, അതായത് അഡ്വാൻസ്ഡ് ലെവൽ IP ക്യാമറ കോൺഫിഗറേഷനിലൊക്കെ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ, നെറ്റ്വർക്കിങ്ങിലൊക്കെ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ അതിനുള്ള ഒരു അവസരമുണ്ട്. നമ്മുടെ ചാനലിൽ പെയ്ഡ് ആയിട്ടുള്ള വീഡിയോസും ഉണ്ട് കേട്ടോ. അതായത് ഹിഡൻ ആയിട്ടുള്ള വീഡിയോസാണ്. നിങ്ങൾ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമായിരിക്കും ആ വീഡിയോസ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തെളിഞ്ഞു വരും ഒരു ജോയിൻ എന്നൊരു ഓപ്ഷൻ. അപ്പോൾ ആ ജോയിൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാനിട്ടിരിക്കുന്ന ഒരുപാട് കോൺഫിഗറേഷൻ വീഡിയോസ് ഉണ്ട്, അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കേട്ടോ.